അർജുൻ കല്യാടിലേക്കാണ് നമ്മൾ പോകുന്നത്. പാറമേക്കാവ് വിഭാഗത്തിന്റെ ആനകളെ പരിശോധനയ്ക്ക് കൊണ്ടുവരുന്ന ഇടത്താണ് അർജുൻ കല്യാട് ഉള്ളത്. അർജുൻ, ആരൊക്കെയാണ് കേമന്മാർ? എങ്ങനെയാണ് പരിശോധന തുടരുന്നത്? നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാറമേക്കാവ് ഭഗവതിയുടെ അല്ലെങ്കിൽ തിടമ്പേറ്റുന്ന ശിവരാജുവിനെ ഉൾപ്പെടെ പരിശോധനയൊക്കെ കഴിഞ്ഞ് ശിവരാജു ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ കുളി, അതായത് നീരാട്ട് നടത്തുന്നതിനിടയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ ഈ ഭാഗത്ത് നിൽക്കുന്ന ആനകളെല്ലാം തന്നെ പരിശോധനകളെല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. മറ്റ് ആനകളെയും ഈ പരിശോധനയ്ക്ക് വേണ്ടി ഇവിടത്തേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ശിവരാജുവിന്റെ തൊട്ടടുത്ത് തന്നെ പുല്ലാട്ട് ബ്രഹ്മദത്തൻ എന്ന് പറയുന്ന ആന, ആ പരിശോധന കഴിഞ്ഞു നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് നാളെ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി ഈ പറയുന്ന പൂരത്തിന് പോകാൻ വേണ്ടി പോകുന്ന തൃക്കടവൂർ ശിവരാജു ഇപ്പോൾ നീരാട്ടിലാണ് എന്നുള്ളതാണ്. അതായത് പരിശോധനയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നീരാട്ടിലാണ് ഉള്ളത് എന്നുള്ളതാണ്. നമുക്ക് ഇവരുടെ പറയുന്ന ഇതിന്റെ സംഘാടകരായിട്ടുള്ള ഇപ്പൊ പരിശോധനയൊക്കെ കഴിഞ്ഞു അല്ലേ? ഇപ്പൊ ശിവരാജുവിന്റെ കഴിഞ്ഞു. ഈ ഭാഗത്ത് നിൽക്കുന്നതൊക്കെ ആനകൾ ഇനി വരാനുണ്ട്, ഒത്തിരി വരാനുണ്ട്. ഏകദേശം 10-40ഓളം പേര് സാധ്യത പട്ടികയിലുണ്ടാവും. ആ രീതിയിൽ ഇവിടെ ഈ ഭാഗത്ത് നിൽക്കുന്നവരുടെയൊക്കെ ആനകളുടെയൊക്കെ പരിശോധന കഴിഞ്ഞതാണ്. ഈ പറയുന്ന ഭാഗത്തൊക്കെ നമുക്ക് ആനകളെ കാണാൻ വേണ്ടി കഴിയും. ഒരുപാട് ആനകൾ ഇങ്ങനെ വരിവരിയായി അല്പസമയത്തിനകം തന്നെ ഇവിടത്തേക്ക് എത്തും. ഒരു ഭാഗത്ത് പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. മറുഭാഗത്താണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ പറയുന്ന ആനകളെ പരിശോധനക്കൊക്കെ ശേഷം ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ദുർഗാദാസന്റെ പാപ്പാൻ അല്ലേ? അടിപൊളിയല്ലേ, പൂരം തകർക്കില്ല നമ്മ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ദുർഗാദാസൻ നാട്ടുകാരെ ഫാൻസ്. നാട്ടുകാരെ അമ്മായിയാണ് ആള്. എല്ലാവരും വന്നാലും എല്ലാം കഴിഞ്ഞു. ആള് ചുള്ളമണിയായിട്ട് വന്നിട്ടുണ്ട്. പൂരം ഭംഗിയാക്കാന്ന് ഞാൻ വിചാരിച്ചടക്കും. ഇതിപ്പോ നമ്മുടെ മോർണിംഗ് ഷോയിൽ ഡോക്ടർ അരുൺകുമാർ ഉൾപ്പെടെ ഒരു ദിവസം കമന്റ് ആയിട്ട് ഈ ചേട്ടൻ എന്നെ കാണിച്ചു തന്നു. അരുൺകുമാറൊക്കെ പറഞ്ഞാണല്ലോ. അരുൺകുമാറിന്റെ ഭയങ്കര ഫാനാണ്. ഞാനൊരു ദിവസം രാവിലെ പൂരം തുടങ്ങുന്ന അന്ന് റെക്കോർഡ് ചെയ്തപ്പോ ഞാനൊരു മെസ്സേജ് അയച്ചു. അരുൺ സാർ വായിച്ചു. വളരെ സന്തോഷം. നമ്മുടെ നാട്ടുകാരെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നല്ല കുളിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായി നല്ല പൊട്ടൊക്കെ തൊട്ട് നിൽക്കുകയാണ്, സുന്ദരനായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളൊക്കെ പൊന്നോമന പുത്രനാണ്. എന്തായാലും കുറെ കാലമായിരുന്നു ആനേന്റെ കൊമ്പിലൊന്ന് പിടിക്കണം എന്നുള്ള എന്റെ ആഗ്രഹം. അതായിട്ട് എനിക്ക് സാധിപ്പിച്ചു. എന്തായാലും ദുർഗാദാസന്റെ കൊമ്പിൽ പിടിച്ച് നിൽക്കുകയാണ്. എന്തായാലും അടിപൊളി പൂരം സെറ്റാണ്. ആനകളെല്ലാം സെറ്റാണ്. കനത്ത ചൂടൊരു പ്രശ്നമാണ് അല്ലെ ഇത്തവണ? ഇപ്പോ മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കുറവുണ്ട് ഇപ്രാവശ്യം ചൂട്. നാളെ എങ്ങനെയാണെന്ന് അറിയില്ല. ആനകൾക്കും ഈ പറഞ്ഞല്ലോ മനുഷ്യന്മാർക്ക് തന്നെ സഹിക്കാൻ വേണ്ടി കഴിയാത്ത ചൂടാണ്. അപ്പോൾ ആനകൾക്ക് സ്വയം അവർക്ക് ഇത് ചെയ്യാനുള്ള കഴിവ് സ്വയം ഉണ്ട്. ചെവി വീശുന്നവരുടെ ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ നിലം തണുപ്പിക്കും, വെള്ളമടിക്കും, അങ്ങനെയൊക്കെ സാഹചര്യങ്ങളുണ്ട്. അരിഞ്ഞിത്തളം വേണം പോവാണെങ്കിൽ അവിടെ ഫുള്ള് പന്തലിട്ടിട്ടാണ്. അപ്പൊ അതിന്റെ എല്ലാ സജ്ജീകരണങ്ങളും ദേവസ്വം ഒരുക്കി കൊടുക്കുന്നുണ്ട്. മനുഷ്യർക്കുള്ള സജ്ജീകരണങ്ങൾ പോലെ തന്നെ ആനകൾക്കും ചൂട് കൂടുതലാണ്. ആനകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ എന്തായാലും പരിശോധനയൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി നാളെ പൂരത്തിന് ഇറങ്ങാണ് നമ്മള്. ഈ ഭാഗത്ത് അതായത് പരിശോധന കഴിഞ്ഞ ആനകളെയൊക്കെ ഈ പാറമേക്കാവിന്റെ ഈ ഭാഗത്താണ് അണിനിരത്തുന്നത്. ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഇവിടെ 5ഓളം ആനകളാണ് പരിശോധന കഴിഞ്ഞിട്ടുള്ളത്. മറ്റുള്ള ആനകളും ഈ ഭാഗത്തേക്ക് എത്തുന്നു. ആനകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിലുള്ള നമുക്ക് കാണാൻ വേണ്ടി അതുപോലെ തന്നെ വലിയ സംവിധാനങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആനകളെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇങ്ങനെ വരിവരിയായി നിൽക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ കാണുന്ന ആളുകളൊക്കെ ആനകളെ കാണാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. അവരൊക്കെ പൂരത്തിന്റെ ഒരാവേശത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പൊ ആനേനൊക്കെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. കണ്ടോ? അതെ കണ്ടു. അടിപൊളി ഒരു നല്ലൊരു ആവേശത്തോടു കൂടിയുള്ള ഏതെങ്കിലും ആനയുടെ ഒരു ഫാൻ ബോയ് ആണോ? തൃക്കടൂർ ശിവരാജ് അവിടെ നിൽക്കുന്നുണ്ട്. ശിവരാജുവാണ് നാളെ ഇപ്പൊ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റാൻ പോകുന്നത്. അതെ. ശിവരാജുനെ മുമ്പ് പലയിടങ്ങളിലൊക്കെ പോയി കാണാൻ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂർ പൂരത്തിന്റെ വേദിയിൽ ആദ്യമായിട്ട് കാണാം. ഇത്തവണയാണ് വരുന്നത്. അടിപൊളി. അതെ. ശിവരാജുവിനെ കാണാൻ വേണ്ടി വന്ന അതെ വലിയൊരു ഫാൻ ബേസ് ഉള്ള ആനയാണല്ലേ ശിവരാജ്? അതെ തീർച്ചയായിട്ടും. തൃശ്ശൂർ തന്നെയാണ്. ശിവരാജുവിനെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ഈ പറയുന്ന നമ്മുടെ പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്ന ശിവരാജുവിനെ കാണാൻ വേണ്ടി നിൽക്കുന്നതാണ് ഈ ആൾക്കൂട്ടമൊക്കെ നിൽക്കുന്നത്. എല്ലാ ആനകളും അല്ലെ? ശിവരാജുവിന് മാത്രം പ്രത്യേകത. അതെ, നിങ്ങൾ ഇതേമാതിരി ഓക്കെ. എന്തായാലും ഗംഭീരമായ രീതിയിൽ തന്നെയുള്ള ഈ പറയുന്ന പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന. ആനകളുടെ ഒരുക്കം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സംവിധാനങ്ങളും സജ്ജീകരണവും കൃത്യമായ രീതിയിലുള്ള പരിശോധനകളും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളോടും കൂടി തന്നെയാണ് ഇത്തവരത്തെ പൂരം നടക്കുന്നത്. ആ രീതിയിൽ ആനകളുടെ പരിശോധന, ഫിറ്റ്നസ് ഒക്കെ പരിശോധിച്ച് ആനകളെ എല്ലാം പൂരത്തിന് സജ്ജമാക്കി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. മാധു.
അർജുൻ കല്യാടാണ്, ഒപ്പം അർജുൻ മട്ടന്നൂരുമാണ് വിവരങ്ങൾ നൽകിയത്. പാറമേക്കാവിന്റെയും തെമ്പാടിയെയും ഒക്കെ ആനകളെ ഫിറ്റ്നസിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ധാരാളം ആളുകളാണ് അവിടേക്കൊക്കെ എത്തുന്നത്. നാളെ പൂരത്തിന് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആനകളെ കാണാൻ മാത്രമല്ല, അവർ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വരുന്നതും കുളിച്ചൊരുങ്ങി നിൽക്കുന്നതും പൊട്ടുതൊട്ട് നിൽക്കുന്നതും ഒക്കെ കാണാൻ കൂടി എത്തുന്ന ആളുകളെയാണ്. എന്തായാലും കമ്പയൊക്കെ കെട്ടി ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അവിടെ ഫിറ്റ്നസ് പരിശോധനകളൊക്കെ തുടരുകയും ചെയ്യുന്നത്.